ശ്രീല കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ സർക്കാരിന്റെ കീഴിലുള്ള ശിശു സംരക്ഷണ സമിതിയുടെ കീഴിലുള്ള ഇടങ്ങളിൽ കുട്ടികൾ നേരിട്ട കൊടിയ പീഡനങ്ങൾ പുറത്തു വന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അവിടെയുള്ള ആയമാർ ഇങ്ങനെ ഉപദ്രവിച്ചത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതിൽ തന്നെ 130 പേരാണ് അവിടെ സ്റ്റാഫുകളായിട്ടുള്ളത്, അതായത് സർക്കാരിന്റെ കീഴിലുള്ള സംരക്ഷണ കേന്ദ്രത്തിലും ബാലികാ സദനത്തിലും കൂടിയായിട്ട്. അതിൽ 103 പേരും താൽക്കാലിക ജീവനക്കാരാണ്. ഈ താൽക്കാലിക ജീവനക്കാരുടെ നിയമനം തന്നെ എല്ലാം ഒരു രാഷ്ട്രീയ സ്വാധീനത്തിന് കീഴിലാണ് നടക്കുന്നത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഈ എന്തുകൊണ്ടായിരിക്കും ഇതെല്ലാം ആയമാരെല്ലാം സ്ത്രീകളാണ് ഈ കുട്ടികളെ പീഡിപ്പിച്ചിരിക്കുന്നത് ഇത്ര ക്രൂരമായി. കിടക്കയിൽ മൂത്രം ഒഴിച്ചു എന്ന് പറഞ്ഞ് അവരുടെ മക്കളോടാണെങ്കിൽ അവരിത് ചെയ്യുമോ? ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു സർക്കാരിനെ കുറിച്ച് വിചാരിക്കേണ്ടത്? ഈ ചെറിയ പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ പോലും ഈ സർക്കാരിന്റെ കീഴിൽ സുരക്ഷിതരല്ല. അതായത് സർക്കാർ അറിയാതെ അല്ലല്ലോ ഈ നിയമനങ്ങളൊന്നും താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നത്. എന്തടിസ്ഥാനത്തിലായിരിക്കും ഇവിടെയെല്ലാം ഈ ആയമാരെ നിയമിക്കുന്നത്? അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടാവുമല്ലോ എന്തായാലും. അപ്പൊ ആ ഒരു സേവനം അവരിൽ നിന്ന് ലഭിക്കണ്ടേ? ഇതിപ്പോ ഈ ശിശുക്ഷേമ സമിതിയുടേത് മാത്രമല്ല, ജുവനൈൽ ഹോമിലും ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന കാര്യവും പരിശോധിക്കാം. കാരണം ഈ രണ്ട് സ്ഥലത്തും വരുന്നത് കുട്ടികളാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. അപ്പം അവരെ ഈ മുതിർന്നവരെ നോക്കുന്നതിനേക്കാൾ വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട ഇടങ്ങളാണ്. എന്ന് പറയുന്നു ശ്രീല ഇതിനെ കുറിച്ച്? ഇതിൽ ആദ്യത്തെ ശക്തമായ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആദ്യം ഈ വാർത്തയെ കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. അതിൽ ഒന്നാമത്തെ വിഷയം കേരളത്തിലെ മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ വിഷയം താരതമ്യേന തുലവും ഒരു നേതാവ് എങ്ങോട്ടെങ്കിലും പോയാൽ കൂടി, ഏറ്റവും ചെറിയൊരു നേതാവ് പോയാൽ പോലും അവരുടെ പിറകെ മൈക്കും കൊണ്ട് നടക്കുന്ന മാധ്യമങ്ങൾ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു? യഥാർത്ഥത്തിൽ ഒരു ഹെഡ്ലൈനിൽ മാത്രം ഒതുങ്ങുന്ന വാർത്തയല്ലാതെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇവിടുത്തെ മാധ്യമങ്ങൾ പോയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ ചർച്ചയാവാതിരിക്കുന്നത്? കാരണം ഇതൊരു പൊതുസമൂഹത്തിന് സ്വീകാര്യമായ വിഷയമല്ല എന്ന തിരിച്ചറിവാണോ? സാധാരണ അനാഥരായ കുട്ടികൾ, നമുക്കറിയാം അച്ഛനും അമ്മയും അവർക്ക് ഏതെങ്കിലും ഒക്കെ തരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളാണ്. ആ കുട്ടികളെ ഏറെ സ്നേഹത്തോടെ, സത്യം പറയാൻ എനിക്ക് ആ വാർത്ത കണ്ടതും ഏറ്റവും സങ്കടം വന്നു. ഒന്നും അറിയാത്ത, തിരിച്ചു പറയാൻ അറിയാത്ത, ഒരു വിധത്തിലും പ്രതികരിക്കാൻ കഴിയാത്ത ചെറിയ കുട്ടികളെ, ആ കുട്ടികളെ അവരുടെ, അതായത് ആലോചിച്ച് നോക്കൂ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ ജനനേന്ദ്രിയത്തിലാണ് മുറിവേൽപ്പിച്ചിട്ടുള്ളത്. അത് ആ കുട്ടി സത്യത്തിൽ ആ കുട്ടി അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടത് അത് തന്നെ അതിന്റെ കഷ്ടകാലമാണ്. അതിനൊപ്പം അതിലേറെ കഷ്ടകാലം ഏറ്റെടുത്ത് നടത്തുന്നവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഉപദ്രവിക്കുന്നു എന്നുള്ളത് കൂടി ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രമാത്രം ക്രൂരതയാണ് കുട്ടികളോട് കാണിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, അതിന് മുമ്പ് നടന്ന ഒരു കല്യാണ പരിപാടിയിൽ വെച്ച് ഈ മൂത്രമൊഴിച്ചു എന്നതാണ്, കുട്ടി മൂത്രമൊഴിച്ചു എന്നതാണ് പറയപ്പെടുന്ന കുറ്റം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചെറിയ കുട്ടികൾ പിന്നെ എന്താണ് ചെയ്യുക? നമ്മൾ ചെറിയ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതനുസരിച്ചാണ് കുട്ടികൾക്ക് വ്യത്യാസം വരിക. കാരണം ഇപ്പോ നന്നായി നോക്കുന്ന അച്ഛനമ്മമാർ അത് ചെറുപ്പത്തിലെ ശ്രദ്ധിച്ചാൽ കുട്ടിയെ നമുക്ക് ബെഡിൽ മൂത്രം ഒഴിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെയാണ് എന്റെ മകളെ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞ് ഉണരുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഞാൻ സാധാരണ പുറത്ത് കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിക്കുമായിരുന്നു. അപ്പൊ എന്റെ കുട്ടി അതുകൊണ്ട് തന്നെ ഒരു കാലത്തും എന്റെ കുട്ടി ബെഡിൽ മൂത്രം ഒഴിച്ചിട്ടില്ല. പക്ഷെ ഈ ചെറിയ കുട്ടികളെ ആരും അങ്ങനെ നോക്കാനില്ല. വളരെ കൃത്യമായി അതുങ്ങളെ നോക്കാനും അതിനെയൊക്കെ പരിചരിക്കാനുമുള്ള സംവിധാനമില്ലാത്ത കുട്ടികളാണല്ലോ. അപ്പൊ സ്വാഭാവികമായി അവർക്കുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റീസ് അടക്കം ആ കുട്ടികളുടെ ജീവിതത്തിലുണ്ട്. ആ ചെറിയ കുട്ടികളെ നന്നായി നോക്കി, സാധാരണ അതിനുവേണ്ടിയാണല്ലോ ആയമാരെ നിയമിക്കുന്നത്. അതിന് പകരം ആ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമാണോ? ആ കുട്ടിയെ മൂത്രമൊഴിക്കുന്നിടത്ത് അതിനെ, അല്ലെങ്കിൽ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചാൽ അതിന് മനസ്സിലാകുമോ ഇനി അത് ചെയ്തുകൂടാ എന്ന്? അത്തരത്തിൽ സത്യം പറഞ്ഞ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ഞാൻ വികാരാധീനയാവുന്നുണ്ട്. കാരണം പാവം കുട്ടികൾ, ആ കുട്ടികൾക്ക് അച്ഛനും അമ്മയും പോലും നഷ്ടപ്പെട്ട, നമ്മളെയൊക്കെ വളർത്തി വലുതാക്കിയ ശേഷം ഇപ്പൊ പോലും നമ്മുടെ മാതാപിതാക്കൾക്ക്, എനിക്ക് എന്റെ അമ്മ നഷ്ടപ്പെട്ടു പോയ ഒരാളാണ്, അമ്മ മരിച്ചു പോയ ഒരാളാണ്. അതും ഏതാണ്ടൊരു 30 വയസ്സിലാണ് എന്റെ അമ്മ മരിച്ചത്. പക്ഷെ ഇന്നും എനിക്ക് എന്റെ ആ ദുഃഖം താങ്ങാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ, അമ്മ മരിച്ച ദുഃഖം. അപ്പൊ എനിക്കറിയാം ഒരു അച്ഛനും അമ്മയും ഇല്ലാതെ വളരേണ്ടി വരുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്തരം കുട്ടികളെ പരിചരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തരം കുട്ടികളെ ഏറ്റെടുക്കേണ്ട സർക്കാരും സർക്കാരിന്റെ സംവിധാനങ്ങളും ഒക്കെ ഏതെങ്കിലും കുറച്ച് ഫ്രോഡ് സ്ത്രീകളെ, ഫ്രോഡ് എന്ന് തന്നെ പറയാൻ പറ്റും, മനുഷ്യത്വമില്ലാത്തവരെ, മൃഗങ്ങൾക്ക് പോലും എനിക്ക് തോന്നുന്നു, നമ്മളിപ്പോ പട്ടികളെയും പൂച്ചകളെയും ഒക്കെ നമ്മൾ വളർത്തിയാൽ അവർക്ക് പോലും നമ്മളോടൊരു കരുതലും സ്നേഹവും ഉണ്ടാകും. അപ്പൊ ആ മൃഗങ്ങളെ പോലും നാണിക്കുന്ന രീതിയിൽ ക്രൂരതയുള്ള ഈ സ്ത്രീകളെ എന്താണ് ചെയ്യേണ്ടത്?
സത്യത്തിൽ ഒറ്റയടിക്ക് തൂക്കിക്കൊല്ലാൻ വിധിക്കേണ്ടവരാണ് ഇങ്ങനത്തെ സ്ത്രീകൾ. മനുഷ്യത്വമില്ലാത്ത സ്ത്രീകൾ. ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്തൊരു തെറ്റാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. വളരെ ഇപ്പൊ പോലീസ് പറയുന്നതും, പോലീസും അതുപോലെ തന്നെ വീണ ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞു സൈക്കോ സോഷ്യോ അനാലിസിസ് ടെസ്റ്റ്. ഏതായാലും CPM പിടിച്ചു നിൽക്കുന്നത് ഇങ്ങനത്തെ ചില വാക്കുകൾ കൊണ്ടാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ബൗദ്ധിക ജാടയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില വാക്കുകൾ, ഇതിപ്പോ സൈക്കോളജിക്കൽ ടേം, അത് ഒരാളുടെ ജീവിത രീതിയും അവരുടെ മാനസികാവസ്ഥയുമായി ആ തരത്തിലൊരു നടത്തിയ ശേഷം മുൻകാല പ്രാബല്യത്തോടെ ഉള്ളവരെ എടുക്കുന്ന കാര്യം ആലോചിക്കും, അല്ലെങ്കിൽ അങ്ങനെ തൊഴിലാളികൾക്ക് ടെസ്റ്റ് നടത്തും, അല്ലാത്തവരെ പുറത്തു വിടുമെന്നൊക്കെയാണ് പറയുന്നത്. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ. മനുഷ്യരെ അവിടെ നിയമിച്ചാൽ പോരെ. ഈ CPM-കാരായ സഖാക്കന്മാരെ അത്തരത്തിലുള്ള ചില ഫ്രോഡുകളെ നിയമിക്കാൻ വേണ്ടി മാത്രം ഇത്തരം സ്ഥാപനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണിത്. മനുഷ്യനാകണമെന്ന് പാടി നടന്നിട്ട് കാര്യമില്ല. മനുഷ്യത്വം എല്ലാ വിധത്തിലും ഉണ്ടാവണം. സത്യം പറഞ്ഞാൽ ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ, ഒരു ആരോഗ്യമന്ത്രിയുടെ സ്ഥാനത്ത് സത്യത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യേണ്ട, കൊലപാതക കുറ്റം ചുമത്തേണ്ട കാര്യമല്ല. ഒരു കുട്ടിയുടെ ജനനേന്ദ്രിയം ഏറ്റവും നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള, അല്ലെങ്കിൽ മരണത്തിലേക്ക് പോലും നയിക്കാവുന്ന സ്ഥലമാണ് ജനനേന്ദ്രിയം. ആ ജനനേന്ദ്രിയത്തിൽ മുറിപ്പാട് ഉണ്ടാക്കുക. അതും ഇന്നലെ പറയുന്നത് കേട്ടു, പോലീസിന്റെ മൊഴിയെടുപ്പിന് ചെന്നപ്പോ നഖമൊക്കെ വെട്ടി. അപ്പൊ ഈ നഖമൊക്കെ വളർത്തിക്കൊണ്ടാണ് ഈ ചെറിയ കുട്ടികളെ പരിചരിക്കാനായി ആയമാർ അവിടെ പോയിട്ടുള്ളത്. നമുക്കറിയാം ആശുപത്രിയിലെ ഡോക്ടർമാർ അടക്കമുള്ളവർ ഏത് സാമൂഹ്യ സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് സ്വർണം ഉപയോഗിക്കാനോ അല്ലെങ്കിൽ വളകൾ ഇടാനോ അല്ലെങ്കിൽ ഇങ്ങനെ നഖം വളർത്താനോ ഒന്നും കഴിയില്ല. നഴ്സുമാർക്ക് കഴിയില്ല. അങ്ങനെയുള്ളിടത്താണ് ഈ ആയമാർ ഇങ്ങനെ നഖമൊക്കെ വളർത്തി ഈ കുട്ടികളെ ഉപദ്രവിക്കാൻ. നഖം വളർത്തിക്കോട്ടെ, ഇനി അത്രയ്ക്ക് ആഗ്രഹമാണെന്ന് അതിനും ഞാൻ എതിരല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അതൊക്കെ ചെറിയ കുട്ടികളാണ്, ഏറ്റവും സെൻസിറ്റീവായ കുട്ടികളാണ്. ആ കുട്ടികൾക്ക് അണുബാധ അടക്കം ഉണ്ടാകാവുന്ന, ഇത് ചെറിയ കുട്ടിയാണ്, അണുബാധ ഇപ്പൊ 1.5 വയസ്സുകാരിയാണെന്ന് തോന്നുന്നു. പക്ഷെ ചെറിയ കുട്ടികളെ അടക്കം അവിടെ കിട്ടുന്നുണ്ട്. ഈ ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട് ഇന്നും ഇന്നലെയല്ലല്ലോ ആരോപണം ഉണ്ടാകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കൊലക്കേസ് പ്രതി അടക്കം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കൊലക്കേസ് പ്രതിയാണ്, അതിന്റെ സ്റ്റാഫുകളുടെ മേൽനോട്ടം വഹിക്കുന്ന കൊലക്കേസ് പ്രതിയാണ് എന്നുള്ളതാണ്. എത്രയും ഗൗരവകരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയം പുറത്തു വന്നത് കൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അങ്ങനെ പരിശോധനയ്ക്ക് ശേഷം, സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തിയ ശേഷം നിയമിക്കണമെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സർക്കാരിന്റെ കീഴിലുള്ള ഈ സ്ഥാപനങ്ങളിലെ പ്രവർത്തനം ആരാണ് മോണിറ്റർ ചെയ്യുന്നത്? ആ മോണിറ്ററിംഗ് കൃത്യമായി നടക്കുക. ഇപ്പൊ 203 പേർ താൽക്കാലിക ജീവനക്കാരാണ്, മൊത്തം 130 പേരുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അപ്പൊ ബാക്കി 27 പേർ അവിടെ എന്തെടുക്കുകയായിരുന്നു? അപ്പൊ ഈ താൽക്കാലിക ജീവനക്കാർക്ക് ഉത്തരവാദിത്വം കുറവാണ് എന്നൊന്നും സ്ഥാപിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഈ 27 പേർ, ഈ 103 പേർ അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ലേ? അപ്പൊ അവർക്കറിയാം അവരെന്ത് ചെയ്താലും അവിടെ ഒന്നും നടക്കില്ല. ഒരു പഴയ ഇവിടുന്ന് പിരിഞ്ഞു പോയ ഒരു താൽക്കാലിക ജീവനക്കാരി പറഞ്ഞതായിട്ട് റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനെതിരെ സംസാരിച്ചാൽ അവർ ഒറ്റപ്പെടും, അവരെ മേൽ കുറ്റം ആരോപിക്കപ്പെടും എന്ന്. ഇത് എല്ലായിടത്തും നടക്കുന്നതാണ്. ഈ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരെ, എതിർക്കുന്നവരെ ഒറ്റപ്പെടുത്തുക, അവരെ ആ ജോലിയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത്. മിക്കവാറും ഇവരെല്ലാം പാർട്ടി പിന്തുണയോടെ ഈ താൽക്കാലിക ജീവനക്കാരായി വന്നവർ തന്നെയായിരിക്കും. അതിന്റെ ഒരു ഉങ്കാണ് ഈ സ്ത്രീകൾ അവിടെ കാണിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടുമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഇതിനു മുമ്പ് ഇതേ തരത്തിൽ കുട്ടികളെ അടിച്ച ഒരു ആയയെ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുകയും അവിടെ നിന്ന് ഉടൻ തന്നെ തിരിച്ചു വരികയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുമ്പോഴും, ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ ഗുരുതരമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും അതായത് ഒരു ആയ മറ്റുള്ള 2 ആയമാരോട് ഞാൻ മൂത്രമൊഴിച്ച കുട്ടിക്ക് പണി കൊടുത്തിട്ടുണ്ട് എന്നൊരു വിവാഹ ചടങ്ങിൽ വെച്ച് പറയുകയും കേട്ടുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെയൊക്കെ മനസ്സെന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. നമുക്കൊരു പരിചയമില്ലാത്ത, നമുക്കൊന്നും അറിയാത്ത എവിടെയോ ഇരിക്കുന്ന കുട്ടികളെ, ആരുടേതായ കുട്ടികളെ ഉപദ്രവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് നമ്മുടെ ശത്രുവിന്റെ കുട്ടിയായിക്കോട്ടെ, എനിക്ക് ഏറ്റവും ശത്രുതയുള്ള ഒരാളുടെ കുട്ടിയാണെങ്കിൽ പോലും എനിക്ക് തോന്നില്ല ആ കുട്ടിയെ ഉപദ്രവിക്കാൻ. അതൊരു കുട്ടിയാണ്, അതിന് എന്തറിയാം? എങ്ങനെയാണ് കുട്ടികളെ ഉപദ്രവിക്കാൻ സാധിക്കുക? ഇതൊക്കെ മനുഷ്യരാണോ? ഇത് ഇടതുപക്ഷ നേതാവായിരുന്ന നേതാവിന്റെ ഒരു ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. അവർ ആയി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ കുട്ടികളെ അടിച്ചു എന്ന വിവാദം ഉണ്ടാകുന്നു. അവരെ സ്ഥലം മാറ്റുന്നു. ആ സ്ഥലം മാറ്റിയ സ്ത്രീ പെട്ടെന്ന് തിരികെ വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ സ്ഥലം മാറ്റിയെങ്കിൽ തീർച്ചയായും അത് ഒരു അവിടുത്തെ സ്ഥിരം സ്റ്റാഫ് ആകണം, അല്ലെങ്കിൽ പെട്ടെന്ന് സ്ഥലം മാറ്റം ഉണ്ടാകില്ലല്ലോ, പിരിച്ചുവിടലല്ലേ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ എന്താണ് പറയുന്നത്? ഇപ്പൊ തന്നെ ഇവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മാത്രമാണ്. ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിയമത്തിൽ ഏറ്റവും കിട്ടാവുന്നതിലധികം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടതല്ലേ എന്നല്ലേ പറയേണ്ടത്? അതിനു പകരം ഇവർക്കെതിരെ കർശന നടപടി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ശിശുക്ഷേമ സമിതിയിൽ നിന്നോ അല്ലെങ്കിൽ ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നുള്ള കർശന നടപടിയല്ലല്ലോ ഇതിനാവശ്യം. ഇതിനാവശ്യം നിയമപരമായ നടപടികളല്ലേ? അതെടുക്കുമോ?
അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനുള്ള സംവിധാനം സർക്കാർ ഒരുക്കുമോ? ഇതൊക്കെയാണ് അറിയേണ്ടത്. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നമ്മൾ അറിയില്ല, നമ്മൾ അറിയാത്ത എത്രയോ വിഷയങ്ങൾ നടക്കുന്നു. ശിശുക്ഷേമ സമിതി, ജുവനൈൽ ഹോം, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ പുറത്തു നിന്നുള്ള അഭിഭാഷകരെ, സോഷ്യൽ വർക്കേഴ്സിനെ ഒക്കെ അത്തരത്തിലുള്ളവർക്ക് അവിടെ ചെല്ലാനും അത്തരത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുമ്പോൾ അവിടെ കുട്ടികളെ കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനം തന്നെ ഉണ്ടാക്കി കൊടുക്കണം. നമുക്കറിയില്ല, പാവം പിടിച്ച കുട്ടികളാണ്, വീട്ടിൽ നിന്ന് ചിലപ്പോൾ ആരും വരാൻ കാണില്ല, അനാഥരായ കുട്ടികളുള്ള സ്ഥലങ്ങളുണ്ടാകാം. ശിശുക്ഷേമ സമിതി പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കുട്ടികളായിരിക്കും കൂടുതലുണ്ടാവുക. അത്തരത്തിലുള്ള കുട്ടികൾ, അനാഥാലയങ്ങൾ വളരുന്ന കുട്ടികൾ, അത്തരത്തിലുള്ള കുട്ടികളെയൊക്കെ മോണിറ്റർ ചെയ്യുന്ന സംവിധാനം ആരാണ്? സാമൂഹ്യ സുരക്ഷാ വകുപ്പാകണ്ടേ മോണിറ്റർ ചെയ്യുന്നത്? അതിൽ ആരാണ് മോണിറ്റർ ചെയ്യുന്നത്? അതിൽ മാസത്തിലെങ്കിലും ഒരു എന്തെങ്കിലും മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ടോ? ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവർ ആ അനാഥാലയങ്ങളും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ സന്ദർശിക്കുന്നുണ്ടോ? ഇതിന്റെ പിറകിൽ ഏതെങ്കിലും ചൈൽഡ് ട്രാഫിക്കിംഗ് ഉണ്ട്, ഇതൊന്നും അന്വേഷിക്കുന്നില്ല. വെറുതെ ഇങ്ങനെ കുറച്ച് കുട്ടികളെ എവിടെയെങ്കിലും കിട്ടുന്നു, കുട്ടികൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജീവിച്ചു പോകാമെന്നല്ല ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നതല്ലേ. ആലോചിച്ച് നോക്കൂ, ഒരു ആയ പുറത്തു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വിഷയങ്ങൾ പുറത്തു വരുന്നത്. ആ ആയയുടെ കാര്യം അധോഗതിയാണ്. ഈ 3 കുറ്റവാളികളെ സംരക്ഷിച്ചാലും ആ ആയ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്കിൽ പോലും അവരത് പുറത്ത് പറയാൻ കാണിച്ച അവരുടെ ധൈര്യത്തെ ഞാൻ സല്യൂട്ട് ചെയ്യണം. അങ്ങനത്തുള്ള ചില സ്ത്രീകളാണ് ഈ സമൂഹത്തിൽ മുതൽക്കൂട്ട്. അത്തരത്തിലുള്ള സ്ത്രീകളെയാണ് നമുക്ക് സ്ത്രീകളായി അംഗീകരിക്കാൻ കഴിയുന്നത്, അല്ലാതെ മനുഷ്യ മൃഗങ്ങളായിട്ടുള്ള ഇത്തരക്കാരെയല്ല. കൊലപാതക കേസ് പ്രതിയടക്കം അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ കേരളത്തിലെ ശിശു സംരക്ഷണ വകുപ്പ് അല്ലെങ്കിൽ ശിശു സംരക്ഷണത്തെ സംബന്ധിച്ച് എന്ത് നിലപാടാണ് കേരളത്തിലെ സർക്കാരിനുള്ളത്? നിർഭാഗ്യവശാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും ഈ വിഷയം എടുക്കുകയോ സംസാരിക്കുകയോ ചെയ്തു കണ്ടോ? കേരളത്തിലെ ബുദ്ധിജീവികൾ എവിടെയാണ്? എവിടെയാണ് ബുദ്ധിജീവികൾ? ഓരോ ശിശുരോധനത്തിലും കേൾക്കു ഞാൻ 1 കോടീശ്വര വിലാപം എന്നാണ് കവി എഴുതിയത്. എവിടെയാണ് ഇവിടുത്തെ കവിമാർ? ആ എഴുതിയ കവിയെ പോലും കാണാനില്ലല്ലോ. എന്തുകൊണ്ടാണ് ഒരു കുട്ടി അലറിക്കറിയുമ്പോൾ, അതിനെ ഒന്നും അറിയാത്തൊരു കുട്ടി അനുഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളും ശബരിമലയിൽ കയറാനും സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കാനും കഴിഞ്ഞ ക്ഷേമത്തിന് വേണ്ടി പടവെട്ടിയിരുന്ന സർക്കാരാണ് പാവം പിടിച്ച കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കാനോ മുമ്പോട്ട് വരാത്തത്? അവിടെയാണ് ഇവിടെ കുറെ സ്ത്രീപക്ഷവാദികളുണ്ടല്ലോ. എവിടെയാണ് സ്ത്രീപക്ഷവാദികൾ? ഇടതുപക്ഷ സർക്കാർ എന്ത് ചെയ്താലും സ്ത്രീപക്ഷം ഇല്ലയോ? എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ സ്ത്രീപക്ഷവാദികൾ എന്ന് പറയുന്നതെല്ലാം അവർക്ക് തെമ്മാടിത്തരം കാണിക്കും. ഞാൻ വളരെ കൃത്യമായി തന്നെ പറയും, കള്ളു കുടിക്കാനും സിഗരറ്റ് വലിക്കാനും പിഴച്ചു നടക്കാനും ആണുങ്ങളുടെ ഒപ്പം കറങ്ങി നടക്കാനുമുള്ള ഒരു മേലങ്കി മാത്രമാണെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങൾ പ്രതികരിക്കണ്ടേ? എവിടെയാണ് സ്ത്രീ വിഷയങ്ങൾ പ്രതികരിച്ചു കണ്ടിട്ടുള്ളത്? സാമൂഹ്യ പ്രവർത്തകർ എത്ര സ്ത്രീകളാണ്, എത്ര സ്ത്രീകളുടെ വിഷയത്തിലാണ് ഇടപെട്ടിട്ടുള്ളത്? സ്ത്രീകൾ പരസ്പരം, ഈ സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറയുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും തല്ലുവാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ എനിക്ക് ഒട്ടും ഒരു ശകലം പോലും പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ ഏറ്റവും ഗൗരവകരമായി ഇടപെടേണ്ട കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ മൗനം എന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. അവനവന്റെ കുട്ടിക്ക് വന്നാൽ മാത്രമേ എല്ലാവരും മിണ്ടുകയുള്ളൂ. അവനവന്റെ കുട്ടിയെ പോലെ തന്നെയാണ് സമൂഹത്തിലുള്ള ഏതൊരു കുട്ടിയും. ഒരു കുട്ടി നാളത്തെ പൗരനാണ്. മനസ്സിന് ധൈര്യത്തോടെ ട്രോമകളില്ലാതെ സമൂഹത്തിൽ ഒരു കുട്ടി വളർന്നു വന്നാൽ മാത്രമേ നാളെ നമ്മുടെ സമൂഹം നല്ല നിലയിലേക്ക് എത്തുകയുള്ളൂ. അത്തരത്തിൽ ആത്മവിശ്വാസത്തോടെ ചുവട് വെക്കാൻ ഓരോ കുട്ടിയും പഠിപ്പിക്കേണ്ട സാമൂഹ്യ സാഹചര്യം നിലവിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ അതിന് തുനിയേണ്ട അവസ്ഥയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്? എന്തിന്റെ പേരിലാണ് ഇത്തരം കുട്ടികളെ ഇവിടെ ശിക്ഷിക്കുന്നത്? ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല.